അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ എന്ന് പറയുന്ന തലസ്ഥാന നഗരിയിൽ നിന്ന് ഞങ്ങൾ രാവിലെ ആരംഭിച്ച യാത്രയാണ്. ഈ ഒരു യാത്ര ലക്ഷ്യം വച്ചിരിക്കുന്നത് സീറോ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടേക്ക് എത്തിച്ചേരുവാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. യാത്രക്കിടയിലാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആ വൈദികൻ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുകയുണ്ടായത്. പൂസ എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര്. അതുകൊണ്ട് തന്നെ അത് ആ ബോർഡ് തന്നെ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു സ്ഥലം ഉള്ളതാണ് എന്നുള്ള കാര്യം കൂടി അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് വണ്ടി നിർത്തി ആ ഒരു ഭാഗം വീഡിയോയിൽ പകർത്തിയതിന് ശേഷമാണ് ഞങ്ങളുടെ യാത്ര പോലും മുന്നോട്ട് നീങ്ങിയത്. മലയാളത്തിൽ പൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ ഉള്ളത് കൊണ്ട് അത് ഒന്ന് വീഡിയോയിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കടന്നു പോകുന്ന ഓരോ വീതികൾക്കിടയിലും മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങളെ കാത്തിരുന്നത്. വനനിബിഡമായ പ്രദേശങ്ങൾ, ഇതുപോലെയുള്ള വനങ്ങൾക്കുള്ളിൽ തന്നെ ധാരാളം മുളകൾ വളരുന്നുണ്ടെന്നും ആ മുളകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭാഗത്തുള്ളവർ വീടുകൾ പണിയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ ഞങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. നീണ്ട യാത്രയായതുകൊണ്ട് അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങൾ സംസാര വിഷയമായിട്ട് ഇടയിൽ കടന്നു വരികയുണ്ടായി. അതിനിടയ്ക്ക് ഞങ്ങളോട് പങ്കുവച്ച വലിയൊരു വസ്തുതയാണ്, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി കണ്ടതിന് ശേഷമാണല്ലോ ഞങ്ങൾ ഈ ഒരു യാത്ര ആരംഭിച്ചത്. അവിടെയുള്ള പ്രൊഫസർ കൂടിയായ വൈദികൻ ഞങ്ങളോട് പങ്കുവച്ചത് ഇപ്രകാരമാണ്. ഈ ഒരു അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ട്രൈബൽ കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം. അവിടെയുള്ളവർക്ക് അറിവ് പകർന്നു കൊടുത്ത് അവരെ ഈ ഒരു ട്രൈബൽ ഏരിയയിൽ നിന്ന് തന്നെ വിമുക്തമാക്കി സിറ്റിയിലേക്ക് കൊണ്ടുവരികയും അറിവുള്ളവരാക്കുകയും ജോലിയിലേക്ക് എത്തിച്ചേർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് ഉപയോഗിച്ചാണ് ഓരോ കുട്ടിയും പഠിക്കുന്നത്. വലിയൊരു തുകയാണ്, കോടികളാണ് കേന്ദ്ര സർക്കാർ ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത്. അരുണാചൽ പ്രദേശിലെ ഒത്തിരിയേറെ കാര്യങ്ങൾ അയ്യവറക്കുന്നതിനിടയ്ക്ക് ഓൾഡ് സീറോയിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പഴയ രീതിയിലുള്ള കെട്ടിട സമുച്ചയങ്ങൾ, പഴയ രീതിയിലുള്ള കടകൾ ഒക്കെയാണ് ഈ ഒരു ഓൾഡ് സീറോയുടെ വലിയ പ്രത്യേകത. ഓൾഡ് സീറോയും കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോഴാണ് ആ ഒരു ബോർഡ് ഞങ്ങൾ കാണുവാൻ ഇടവന്നത്. ഇനി ന്യൂ സീറോയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി 13 കിലോമീറ്ററുകൾ കൂടി ബാക്കിയുണ്ട് എന്നുള്ള കാര്യം ഒരു ഫലകം പോലെ ഞങ്ങൾ കാണുകയായിരുന്നു. ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരും എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു ബോർഡ് ഞങ്ങളെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും രാവിലെ ഞങ്ങൾ ആരംഭിച്ച യാത്രയാണ്. മടുപ്പ് ലെവലേശമില്ല, കാരണം നല്ല തണുത്ത അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ നീണ്ട യാത്ര ഏറെ കാഴ്ചകൾക്ക് ഇമ്പരം പകരുന്ന രീതിയിൽ അനുപൂർണമായിരുന്നു എന്നുള്ള കാര്യമാണ് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ന്യൂ സീറോയിലേക്ക് ഇനി അധികമില്ല, ഏതാനും മിനിറ്റുകൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം വച്ചിരിക്കുന്ന ന്യൂ സീറോയിൽ ഞങ്ങൾ എത്തിച്ചേരുകയാണ്. അരുണാചൽ പ്രദേശിൽ ഏതാനും കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ടും ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഉള്ളത്. അതിന്റെ ആദ്യ ഭാഗം നിലകൊള്ളുന്നത് ഇറ്റാനഗർ സിറ്റിയോട് അനുബന്ധിച്ചാണ്. അവിടെ ഏതാനും ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ട്. പിന്നീടുള്ള ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഈ ഒരു സീറോ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതിന്റെ താഴ്വാര കാഴ്ചകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിന്റെ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ.